കർത്താവിൻ്റെ അതിപരിശുദ്ധമരെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന ചാനലിലൂടെ വന്ദനം പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മാറ്റി നിർത്തിയവരുടെ മുൻപിൽ മാന്യത തരുന്ന നല്ലൊരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. വായിക്കാൻ ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഗിലെയാദിലെ മൂപ്പന്മാർ യിഫ്താഹിനോട്, യഹോവ നമ്മുടെ മധ്യസാക്ഷി, നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചന ഭാഗമാണ്. തൊട്ട് മുൻപിലത്തെ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യിഫ്താഹ് എന്ന ദൈവമനുഷ്യനെ മാറ്റി നിർത്തി സഹോദരന്മാർ 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ്. സഹോദരന്മാർ ചേർന്ന് യിഫ്താഹിനോട് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ അവകാശം പ്രാപിക്കുകയില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ നിർത്തത്തില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ചേർന്ന് അവനെ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ യിഫ്താഹ് സഹോദരന്മാരുടെ അടുക്കൽ നിന്ന് തോബ് ദേശത്ത് എന്ന് നിസാരന്മാരോടുകൂടെ പാർത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നമ്മെ ഒറ്റപ്പെടുത്തി കളഞ്ഞാൽ, നമ്മെ മാറ്റി നിർത്തിയാൽ, അങ്ങ് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ മാറ്റി നിർത്തിയത് നാം പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും പ്രാർത്ഥനയോടും തുടർന്നാൽ മതി. നമ്മെ അന്വേഷിച്ചു വരുന്ന, നമ്മെ തേടി വരുന്നൊരു സമയം വെളിപ്പെടുക തന്നെ ചെയ്യും. യിഫ്താഹിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ തൻ്റെ ജനന സമയത്തെയും ജനകനെയും നോക്കി ഗിലെയാദുകാരനാണ്, ഞങ്ങളുടെ കൂടെ നിനക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ താൻ എല്ലാം തകർന്നു, എല്ലാം അവസാനിച്ചു, ഇനിയും ഒരു മുന്നോട്ട് പോക്കില്ല, ഇനിയൊരു നന്മയുണ്ടാകത്തില്ല, ഇനി എനിക്ക് കാര്യമില്ല എന്ന് പറഞ്ഞ് ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് താൻ ഇറങ്ങുകയല്ല ചെയ്തത്. താൻ സേവിച്ചു വരുന്ന കർത്താവിനെ മുറുകെ പിടിക്കുകയും തോബ് ദേശത്ത് നിസാരന്മാരോടുകൂടെ പോയി പാർക്കുകയും ചെയ്തു. തിരിച്ച് അവരോട് മറുപടി പറയാനോ അവരോട് എതിർക്കാനോ നിന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ശ്രദ്ധിക്കാൻ കഴിയുന്നത്, തോബ് ദേശത്ത് പോയി പാർത്തിരുന്ന യിഫ്താഹിനെ മൂപ്പന്മാർ തേടി വരുന്നൊരു സമയം, തേടി വന്ന് അന്വേഷിച്ചു വരുന്നൊരു സമയം വെളിപ്പെടുകയാണ്. അവരോട്, യിഫ്താഹിനോട് അവിടുത്തെ മൂപ്പന്മാർ വന്ന് പറയുന്ന ഒരു പദമുണ്ട്. 6-ാമത്തെ വാക്യം, അവർ യിഫ്താഹിനോട്, അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളുടെ സേനാപതി ആയിരിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എവിടെ നിന്നാണോ മാറ്റി നിർത്തപ്പെട്ടത്, എവിടെ നിന്നാണോ നീ ഞങ്ങളുടെ കൂടെ അവകാശം പ്രാപിക്കത്തില്ല, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പാടില്ല, ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത്, അവിടേക്ക് തന്നെ മടക്കി വരുത്താൻ, അവരുടെ മുന്നിൽ നിർത്താൻ. ഹല്ലേലൂയ. നേരത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു എങ്കിൽ മാറ്റി നിന്നിടത്തവൻ വിശ്വസ്തയോടെ നിന്നതുകൊണ്ട്, പ്രാർത്ഥനയോടെ തുടർന്നതുകൊണ്ട്, ശ്രദ്ധിക്കുന്നത് അവരുടെ സേനാപതിയായിരിക്കുവാൻ, അവരുടെ മുന്നിൽ നിർത്തുവാൻ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങൾ നാം ഒറ്റപ്പെടുമ്പോൾ, മാറ്റി നിർത്തപ്പെടുമ്പോൾ, നമ്മെ കഴിവില്ലാത്തവനായി മുദ്ര കുത്തുമ്പോൾ, നിന്നെ ഞങ്ങളുടെ കൂടെ നിർത്താൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഭയപ്പെടരുതേ. നാം മറ്റ് പല ചിന്തകളിലേക്ക് പോകാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാണെങ്കിൽ മാറ്റി നിർത്തിയവർ തന്നെ നമ്മെ വിളിക്കുന്ന ഒരു സമയം വെളിപ്പെടാൻ പോകുകയാണ്. നമ്മെ ഇനിയും കൊള്ളത്തില്ലെന്ന് പറഞ്ഞവർ തന്നെ നീ ഞങ്ങളുടെ മുൻപിൽ നിൽക്കണം എന്ന് പറയുന്ന സമയം വെളിപ്പെടാൻ പോകുകയാണ്. കർത്താവിന് സ്തോത്രം. അവിടുത്തെ മൂപ്പന്മാർ വന്ന് യിഫ്താഹിനോട് പറഞ്ഞു. യിഫ്താഹു പറഞ്ഞൊരു മറുപടിയാണ്, നിങ്ങളെന്നെ പകച്ചു, പിതൃഭവനത്തിൽ നിന്ന് എന്നെ നീക്കിക്കളഞ്ഞില്ലയോ? ഇപ്പോൾ നിങ്ങൾ കഷ്ടതയിലായിരുന്നപ്പോൾ എന്നെ ആവശ്യമായി വന്നിരിക്കുന്നു. അപ്പോൾ ഈ യിഫ്താഹിനെ അറിയാം, അവരെന്നെ പകച്ചു. യിഫ്താഹു പറയാം, നിങ്ങളെന്നെ പകച്ചില്ലേ, പിതൃഭവനത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞില്ലേ? പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ ആവശ്യമായി വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയത്ത് ചിന്തിക്കുക, നാം ഒറ്റപ്പെട്ടത്, നാം മാറ്റി നിർത്തപ്പെട്ടത്, നമ്മെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് വിലയിരുത്തിയത്, നമ്മെ മുദ്ര കുത്തിയതൊക്കെ
നമ്മെ ചേർത്ത് പിടിക്കാൻ, നമ്മെ മുന്നിൽ നിർത്താൻ ദൈവത്തിന് പദ്ധതികളുണ്ടെന്ന് മനസ്സിലാക്കുക. ഇഫ്താഹ് പറയുന്നത് അവർ ചെയ്തു കൊടുക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ, ചില ഒറ്റപ്പെടലുകൾ, ചില മാറ്റി നിർത്തലുകൾ മാന്യതയോടെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുമെന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഗോഡ് ബ്ലസ് യു. കർത്താവ് വചനങ്ങൾ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.